ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്ന് വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതേനി കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിന് ആ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ. ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഉള്ള ആ ഒരു വെളിച്ചവും പിന്നെ രാവിലത്തെ ആ ഒരു ഇത് ഭയങ്കര ഒരു പ്രത്യേക ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി അല്ലേ നമുക്കില്ലേ. ആ കിളികളെ ഞാൻ അതിൻ്റെ സൗണ്ട് കട്ടാക്കിയിട്ടില്ലേനി കേട്ടോ. ഒരു ഭാഗത്തുനിന്ന് കോഴി കരയുന്നുണ്ട്, കിളികൾ ഒച്ചയൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിനി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് പുറത്തുനിന്ന് അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇടയ്ക്കൊക്കെ നമ്മൾ പ്രകൃതി രമണീയമൊക്കെ ഒന്ന് ആസ്വദിക്കണത് നല്ലതല്ലേ. അങ്ങനെ കേട്ടോ. അങ്ങനെ എന്തായാലും അതൊക്കെ അങ്ങോട്ട് കണ്ടു. ഇനിയിപ്പോൾ അത് അടുത്തത് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് വിറകും ചകിരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു ഡ്രമ്മ് കണ്ടില്ലേന്, അത് അന്നെങ്ങാനും മുറിച്ച് വെച്ചതേനി കേട്ടോ. പെയിൻ്റ് അടിച്ചിട്ട് വെള്ളം പിടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നലെ രാത്രി കയ്യിൽ പെയിൻ്റൊക്കെ കറുത്ത പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ആ ചേതിമ തന്നെ വെച്ചതേനി കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. അതും അവിടെ മാറ്റി വെച്ചിന്. ഇനിയിപ്പം ചകിരിയും ഒക്കെ ഒന്ന് എടുത്തിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ തീ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഉള്ളിൽ അങ്ങനെ കൊണ്ടുപോയി വെക്കാത്തത് കൊണ്ട് അപ്പാപ്പം അങ്ങനെ പോയിട്ട് എടുക്കലാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കൊണ്ടുപോയിടും ഞാൻ. അല്ലാതെ കുറേ വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിടാൻ എനിക്കൊരു ഇതാണ് കേട്ടോ. ഒന്നാമത്തെ ഷെഡ് ആയതുകൊണ്ട് വല്ല ജന്തുക്കളോ അതും ഇതൊക്കെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ കാണൂലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അത്യാവശ്യത്തിന് അങ്ങനെ കുറച്ച് എടുക്കലാണ് കേട്ടോ. അപ്പോൾ തീയൊക്കെ കത്തിച്ച് നമ്മൾ സാധാരണ വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത പരിപാടി ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇന്നും വേഗം കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നനച്ചുള്ളിയും തട്ടിക്കൊട്ടലൊക്കെ ഇന്ന് നമ്മൾ കിടക്കുന്ന ആ ഒരു റൂമാണ് കേട്ടോ ഇന്ന് വിചാരിക്കുന്നത്. ഹാള് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മളെ വീടിൻ്റെ മുൻഭാഗവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടികൾ കിടക്കുന്ന റൂമും അടുക്കളയൊക്കെ തന്നെയാണ് ഉള്ളത്. അടുക്കളക്ക് പിന്നെ നല്ല പണിയുണ്ടാവും. എന്നാലും റൂമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അടുക്കളയമേലേക്ക് അങ്ങോട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യത്ത് ബാക്കി അതിൻ്റെ മുന്നേ തട്ടിക്കൊട്ടാൻ നിന്നാൽ പിന്നെ അടിക്കലും തുടക്കലും എന്തായാലും അത് കഴിഞ്ഞിട്ടേ നടക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ ബാക്കിയുള്ളത് ഏകദേശം ഭക്ഷണവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാനിന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി കുഴക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ കുഴക്കുന്നത്. ആ വെള്ളം അങ്ങോട്ട് ഇറക്കിയ പാട് തന്നെയാണ് കുഴക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് നല്ല പതയോടുകൂടി നല്ല പൊങ്ങി വരും കേട്ടോ ചപ്പാത്തി തിളച്ച വെള്ളത്തിൽ കുഴച്ചാൽ. ഇനിയിപ്പം ചില ആൾക്കാരൊക്കെ ഇനി പച്ചവെള്ളത്തിൽ കുഴക്കണുണ്ടോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എന്തായാലും തിളച്ച വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ചപ്പാത്തി ചുടലും കുഴക്കലൊക്കെ. ചപ്പാത്തി ചുടൽ തിളച്ച വെള്ളത്തിലാണെന്നല്ല, കുഴക്കൽ തിളച്ച വെള്ളത്തിലാണ് എന്നാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വേഗം കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരെയും നനച്ചുള്ളിപ്പണിയും കാര്യങ്ങളും നോമ്പിലേക്കുള്ള പരിപാടികളൊക്കെ എന്തായിട്ടുണ്ട് എല്ലാവരും കമൻ്റ് ആക്കി കേട്ടോ. നമ്മളത് എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. മുളക് എന്തായാലും കഴുകി ഒക്കെ ഉണക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതുപോലെ നമ്മളെ മഞ്ഞളും ഉണങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് പച്ചരിയും കൂടെ ഒന്ന് കഴുകി എടുക്കാനാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഞാൻ ചപ്പാത്തീൻ്റെ മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിനി. അപ്പോഴേക്കും ഇക്ക നടക്കാൻ പോയിട്ട് വന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഇന്നും ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അന്ന് ഇതിൻ്റെ മുന്നേ ഒന്ന് മീനങ്ങാടി പോയപ്പോൾ കുറേ അവിടെ കറിവേപ്പിൻ്റെ മരം ഉണ്ട് കേട്ടോ, ഒരു വാടകയ്ക്ക് നിൽക്കുന്ന അവിടെ. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ഇഷ്ടംപോലെ തൈ തൊഴിഞ്ഞ് കിടക്കുന്നുണ്ടായിന്. അപ്പോൾ പോയപ്പോൾ നമ്മളിവിടെ എത്ര കൊണ്ടുവന്ന് നട്ടിട്ടു പിടിക്കണില്ല കേട്ടോ. അപ്പോൾ അന്ന് പുരേന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു ബക്കറ്റിൽ വെള്ളത്തിലിട്ട് വെച്ചതേനി. അപ്പം ഒന്ന് കുറച്ച് ദിവസം ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഒന്ന് വേരൊക്കെ ഒന്ന് ഇതായതിൻ്റെ ശേഷം നടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി വെള്ളത്തിലിട്ട് വീണ്ടും ഇല കരിയാനും നാശാവാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ഇക്കാനോട് നിങ്ങളൊന്ന് നട്ട് തരീന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് നടാൻ ഏൽപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ പറയുമ്പോഴേക്കൊന്നും ഇക്ക ചിലപ്പോൾ ചെയ്യൊന്നുമില്ല കേട്ടോ. കുറേ ദിവസം പറയുമ്പോഴാണ് ഒരു കാര്യം ഒന്നാണ്ട് ചെയ്യുക. ഒന്നാമത്തെ നേരം ഉണ്ടാവില്ല. രാവിലെ ഒരു നടക്കാനൊക്കെ പോയി വന്ന് പിന്നെ സ്കൂൾ ട്രിപ്പ് ഉണ്ടാവും, അപ്പോൾ അതെടുക്കാൻ പോകും. പിന്നെ വൈകുന്നേരം രാത്രിയാണല്ലോ വരുന്നത്. അപ്പോൾ ഉള്ള സമയത്ത് ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ട് പറയൂ കേട്ടോ. ഞാൻ കടി ഉണ്ടാക്കട്ടെ, നിങ്ങൾ അതൊന്ന് നടി, എന്നെക്കൊണ്ട് അത് കൊത്താൻ കുഴിയെടുക്കാൻ അവിടെയൊക്കെ ഉറപ്പായിട്ട് കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ മെല്ലെ ഇക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് കുറച്ച് നേരം ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിനി. പിന്നെ അതൊക്കെ ഉരുളകളാക്കി എടുത്തിട്ട് ഞാനിതൊക്കെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ പിന്നെ ഗ്യാസിൻ്റെ ചോട്ടിലെ പത്തിരിയല്ല,
ഇന്ന് ഫുള്ള് മിസ്റ്റേക്കാണല്ലോ. ചപ്പാത്തി പരത്തുന്ന ആ ഒരു പലക ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതതിൻ്റെ അടിയിൽ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കും, ഓരോന്ന് പരത്തും ചുടും അങ്ങനെയൊക്കെ ആയിന് കേട്ടോ ചുടൽ. അതൊരു പണി തന്നെയാണ്, ഇതും നോക്കണം അതും നോക്കണം. പക്ഷേ എളുപ്പത്തിൽ ഒരുമിച്ച് തന്നെ എല്ലാം അങ്ങോട്ട് കഴിഞ്ഞും കിട്ടും. ഇപ്പം പിന്നെ ഞാൻ ആ ഒരു ടൈൽസിൻ്റെ പീസ് ഉണ്ടല്ലോ നമ്മളെ മേശേമൽ, അപ്പോൾ അതിമേൽ ഇട്ടിട്ട് എല്ലാം ഒന്ന് പരത്തിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലാം പരത്തി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് ചുടാൻ നിൽക്കലാണ്. അപ്പോൾ പിന്നെ ഇതിമേലേക്ക് തന്നെ ശ്രദ്ധ അങ്ങോട്ട് ആയാൽ പിന്നെ എന്താ പറയുക, വേഗം അങ്ങോട്ട് ചുട്ടെടുത്താൽ മതിയല്ലോ. കറി പിന്നെ ഇതിൽ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ, തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു. എനിക്ക് കുറേ ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയതുകൊണ്ടേ ശരിക്കും അങ്ങോട്ട് ഓർമ്മ കിട്ടണില്ല കേട്ടോ. ചിക്കൻ കറി എന്തോ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ കുറേ ദിവസമായിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട്, അതുകൊണ്ടാണ് ഓർമ്മ ഇല്ലാത്തത്. അപ്പോൾ കറി ഉണ്ടായിരുന്നു, കടി മാത്രം ആക്കിയാൽ മതി. അപ്പോൾ അതാട്ടോ ഓരോന്നായിട്ട് ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട്. ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ ഇതിനൊന്ന് പൊങ്ങി വരാത്തൊരിത്. ഇന്നെന്തായാലും പിന്നെ പറ്റിച്ചിട്ടൊന്നുമില്ല, കുഴപ്പമില്ലാണ്ട് തന്നെ ഒന്ന് നല്ല ചപ്പാത്തിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുട്ടികൾ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ചായ കുടിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിച്ചോള് ചായയൊക്കെ കുടിച്ച് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. പിന്നെ അതാ നാഫിമോനും കുടിക്കുന്നുണ്ട്, നാസിയും നീച്ച് വന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതാ ഞാൻ പിന്നെ എല്ലാവരും കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചിക്കൻ കറി തന്നെ ഇനി കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് ഞാനും നാച്ചിക്കുട്ടൻ ഇതാ പിന്നെ എൻ്റെ കൂടെ അങ്ങോട്ട് പോകുന്നതാണ്. മറ്റോനിതാ സ്കൂളിൽ പോകാൻ ഒരുങ്ങാനുള്ള ഇതിലാണ്. അപ്പോൾ ഞാനും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നത്, ഒന്ന് മേലെ വരെ വാ, മീൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ പിന്നെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് മേലേക്ക് പോരുകയാണ് കേട്ടോ. ആരടുത്തുനിന്നോ പുഴമീൻ്റെത് ചെക്കന്മാരോട് ആരോടൊറ്റം പറഞ്ഞിട്ട് അവർ കൊടുത്തതായിരുന്നു. അപ്പോൾ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ ആ താഴെ ഭാഗത്തേക്ക് പോയപ്പോൾ അവർ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഞാൻ. അങ്ങനെ അതും വാങ്ങി, ഞാനതും വാങ്ങി കൊണ്ടുവന്നു. നാഫിമോന് എൻ്റെ കൂടെ തന്നെ സ്കൂളിലേക്കും പോകുന്നതാണ്. അപ്പോൾ ഓനെയും പറഞ്ഞയച്ച് ഞാനതും വാങ്ങി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ വേഗം പിന്നെ തീ ഉണ്ടായിരുന്നു കേട്ടോ അടുപ്പിൽ. അപ്പോൾ അത് കിടുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം ചോറിനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് ബാക്കി പണികൾ തുടങ്ങാൻ വിചാരിച്ചിട്ടാണ്. കാരണം ചിലപ്പോൾ ഞാനില്ലേ ബാക്കി തട്ടൽ കൊട്ടൽ അതിനങ്ങോട്ട് നിന്നാൽ തിന്നാനും കുടിക്കാനും ഉണ്ടാക്കാണ്ടെങ്ങാനും നിന്നാൽ പിന്നെ അന്ന് പിന്നെ കണക്കായിക്കും കേട്ടോ. കാരണം നമ്മൾ അയിമലേക്ക് അങ്ങോട്ട് ഇറങ്ങണതിൻ്റെ മുന്നേ കഴിക്കാനുള്ളത് ആദ്യം ചോറും കറിയൊക്കെ ആക്കി വെക്കാതെ നിന്നാൽ ശരിയാവില്ല കേട്ടോ. അത് തുടങ്ങിയാൽ പിന്നെ തീരൂലല്ലോ. ഓരോ ഭാഗത്തുനിന്ന് നമ്മൾ തട്ടി കൊട്ടുമ്പോഴാണ് എല്ലാം കൂടെ എത്രയും സാധനം ഈ ഒരു പരൻ്റെ ഉള്ളിൽ ഉണ്ടായിനോ എന്നൊക്കെ നമുക്ക് തന്നെ തിരിയുക. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എന്താ പറയുക, വേഗം തീയൊക്കെ ഒന്നും കൂടെ തീയൊന്ന് ഉഷാറാക്കി കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ആയുധവും എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റൂമാണ് കേട്ടോ ഇന്ന് വൃത്തിയാക്കുന്നത്. ഓരോ ദിവസം ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഹാളും ഇതൊക്കെ കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഇന്ന് ഈ ഒരു റൂം നന്നാക്കാൻ വിചാരിക്കുന്നുണ്ട്. മക്കളെ റൂം നല്ല പണി ഉണ്ടാവും കേട്ടോ. എന്താ പറഞ്ഞാൽ ഉള്ള ബുക്കും ബാഗും അതും ഇതും പറഞ്ഞിട്ട് ഒന്നും കട്ടിൻ്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോത് പിന്നെ ഞാൻ കുട്ടികളുള്ള ദിവസം ചെയ്യുക, ഇനിയിപ്പം അല്ലെങ്കിൽ പിന്നെ വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ റൂമിലൊന്നും പിന്നെ വല്ലാണ്ടൊരു ഇതൊന്നും ഉണ്ടാവില്ല, മാറാല തട്ടലും അങ്ങനത്തെ ഒന്നും തട്ടിക്കൊട്ടിയൊന്നും അടിച്ച് വാരലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എളുപ്പമുള്ളതൊക്കെ വേഗം അങ്ങോട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പുതപ്പ് വേഗം മറ്റേ റൂമിലേക്ക് കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ. ഞാൻ പുതപ്പ് തിരുമ്പിയ പുതപ്പാണ്, തിരുമ്പി അത് നല്ല ഉണങ്ങിയ പുതപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ നന്നാക്കുമ്പോൾ അയിമലേക്ക് ഇതാവൂലേ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫാനും ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. നല്ല പൊടിയുണ്ട്, മുഖത്ത് മാസ്ക് ഒന്നും ഇട്ടാലൊന്നും എനിക്ക് ശരിയാവില്ല കേട്ടോ. പിന്നെ പൊടി കണ്ണിലേക്കും കൂടെ താവുന്നതുകൊണ്ട് നമ്മളെ പച്ച നെറ്റ് കെട്ടിയിട്ടുണ്ടല്ലോ മേലെ, അപ്പോൾ അതിമേലൊക്കെ തട്ടുമ്പോഴും ഫുള്ളും കണ്ണിലേക്കൊക്കെ പൊടി താവുന്നതുകൊണ്ട് ഞാൻ ഷാൾ കൊണ്ട് അങ്ങനെ മുഖം മറക്കലാണ് കേട്ടോ. മാസ്ക് ഒക്കെ ഇട്ടാലൊന്നും എനിക്ക് ശരിയാവില്ല. എനിക്ക് അല്ലെങ്കിലേ മാസ്ക് ഇടുന്നത് എന്തോ ഒരു ശ്വാസം മുട്ടുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ അതൊന്നും ഇട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ഇതാവുമ്പോൾ ഞാൻ മുഖത്ത് നമ്മളെ ഷാളുണ്ടാവുമല്ലോ, ആ ഷാളും കൊണ്ട് അങ്ങനെ മുഖമൊക്കെ അങ്ങോട്ട് മറക്കലാണ് കേട്ടോ. കണ്ണിലേക്കൊക്കെ അല്ലെങ്കിൽ വല്ലാണ്ട് ഇതാവും. പിന്നെ ഇപ്പോൾ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഇതാണ്. ഇതിൻ്റെ ഓരോരിടയിലും മാറാലയും പൊടിയൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ തിരിയൂല, ദൂരത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പോൾ തിരിയൂല, പക്ഷെ അതിൻ്റെ അടുത്ത് പോയാൽ ഷീറ്റിൻ്റെ ഓരോരോ കള്ളികളിലും എന്താണ് ഫുള്ളും മാറാലിയും മണ്ണും പൊടിയും ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയൊരു ചൂലെടുത്തുകൊണ്ട് ഒരു ചെറിയൊരു കുറ്റിച്ചൂലുണ്ടായിനി കേട്ടോ. അപ്പോൾ ഞാൻ അത് ഷീറ്റ് മാറാലൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് അത് എടുത്തുകൊണ്ട് തന്നെയാണ്. നല്ല ചൂലെടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവൂലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ഫുള്ളും ഷീറ്റുമത്തൊക്കെ എല്ലാം തട്ടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഇപ്പുറത്ത് അളമാറേൻ്റെ മേലെ കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് താഴേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെയൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മേലെന്ന് ഇട്ട സാധനങ്ങൾ മൊത്തത്തിലൊന്ന് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടൊന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിലൊന്നും പിന്നെ
കഴുകാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ മേലത്തെ സാധനത്തിൽ അലമാരയും വാതിലൊക്കെ ഒന്ന് കഴുകി ഒന്ന് തുണി നനച്ച് തുടച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. മറ്റേതൊക്കെ പിന്നെ ഒന്ന് തട്ടി എടുക്കാനൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേക്കത്തെയും മാറാലയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും നനച്ചുള്ളിയും പരിപാടികളൊക്കെ കഴിഞ്ഞിക്കണോ ആവോലെ? ഓരോരുത്തർ ചെയ്യണുണ്ടാവും, ഓരോരുത്തർ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കണുണ്ടാവും, ചില ആൾക്കാരത് കഴിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കൂലേ. എന്തായാലും നോമ്പാവാനായാലും നമ്മൾ എത്ര ചെയ്യണില്ല എന്ന് വിചാരിച്ചാലും നമ്മൾ തന്നെ അറിയാണ്ട് അതങ്ങോട്ട് ചെയ്തു പോകില്ല. അതൊരു മാമൂലാണല്ലോ പണ്ട് മുതലേ ഉള്ളതില്ലേ. പിന്നെ ഒരുപാട് കൂട്ടുകാർ പുതുതായിട്ട് നമ്മളെ ചാനലിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് ഓരോരോ കമൻറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പം എന്താണ് നിങ്ങൾക്ക് വീട് കെട്ടുന്നുണ്ടോയെന്നാണ് അധികം ആൾക്കാർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ടും ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കമൻറ്റിനുള്ളത് അപ്പം റിപ്ലൈ കൊടുക്കലുണ്ട്. എന്നാലും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ എഴുതി ഇടൽ കുറച്ചൊരു ഇതാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഇടുന്ന വീഡിയോസിലൊക്കെ അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ അയക്കലാണ് കേട്ടോ. അങ്ങനെ ഞാൻ അപ്പുറ ഭാഗത്തും പിന്നെ അൾമാറിൻ്റെ ബേക്കിലും കാര്യങ്ങളൊക്കെ അവിടുത്തെയൊക്കെ മാറാലയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുട്ടികളുടെ ട്രോഫിയും ഇതൊക്കെ ഒരു ഷോപ്പറിലിട്ടിട്ട് എടുത്ത് വെച്ചത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുള്ളും പൊടി പിടിച്ച് നാശമായിട്ടുണ്ട്. എല്ലാം പൊടികൾ തൊഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ടൊന്ന് നല്ലോണം എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നബിദിനത്തിന് കിട്ടിയതാണ് കേട്ടോ. ഇതൊക്കെ മക്കൾക്ക് രണ്ടാൾക്കും കിട്ടിയതാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ട്രൈപാഡ് ഉണ്ട്, ശോകമായ അവസ്ഥയിൽ ആ ഒരു പാക്കറ്റിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് വെറുതെ എടുത്ത് നോക്കിയതാണ്. അങ്ങനെ ഇതാ എല്ലാ ട്രോഫിയും കാര്യങ്ങളും നാഫിമോൻ്റെ നിച്ചുമോൾതാണ് കേട്ടോ. ഇത് ഈ പ്രാവശ്യത്തെ നബിദിനത്തിന് കിട്ടിയതാണ് അവർക്ക് രണ്ടാൾക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എല്ലാം ഒന്ന് ഒരു തുണി എടുത്തൊന്ന് നനച്ച് തുടച്ചൊന്ന് വൃത്തിയാക്കി. പിന്നെ ഈ ഒരു ഭാഗത്തുള്ള മാറാലയും കാര്യങ്ങളൊക്കെ തട്ടി അതിൻ്റെ ആ ഒരു പലകേൻ്റെ മേലെയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും ചിലപ്പം വീഡിയോയിൽ അങ്ങനെ കിട്ടൂല കേട്ടോ. കിട്ടുന്നത് അവിടെ ഇവിടെയൊക്കെ എടുക്കും. അല്ലാത്തപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മൾ അങ്ങനെ എടുക്കുന്നുണ്ടാവും. ചിലതൊക്കെ അങ്ങനെ വീഡിയോയിൽ കാണിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇനിയിപ്പം ഞാൻ അവിടെ ഒരു ആണിയിൽ കൊളുത്തിയിട്ടത് കഴിഞ്ഞിട്ടോ ഈ ഒരു ഷോപ്പർ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഇത് ഈ അൾമാറിൻ്റെ മേലെ കുറച്ച് ഒതുക്കി വെച്ചപ്പോൾ കുറേ സ്ഥലം ഇങ്ങോട്ട് വന്നു കേട്ടോ. മറ്റേത് അതിൻ്റെ മേലെ നിറച്ച് സാധനമുള്ള പോലെയിനു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ മേലെ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ അതിൻ്റെ മേലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു മക്കളുടെ ട്രോഫിയും കാര്യങ്ങളൊക്കെ നല്ലൊരു കവറിലിട്ടിട്ട് ഒന്ന് കെട്ടി, പൊടിയതൊന്നും ആവാത്തതിൽ ഒന്ന് കെട്ടിയിട്ട് അതിൻ്റെ മേലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിമത്തെ ബെഡ്ഷീറ്റൊക്കെ എന്തായാലും ഇന്ന് അലക്കാൻ എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആദ്യം അത് മാറ്റാണ്ടിരുന്നത്. തലക്കാണിയൊക്കെ കൊണ്ടുപോയി വെയിലത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കിടക്കയും വെയിലത്ത് വെച്ചാലൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ എന്നെ കൊണ്ട് ഇപ്പോൾ അത് ഒറ്റയ്ക്ക് അങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോകലും നടക്കൂല. ഇക്കയും കൂടെ ഉണ്ടെങ്കിലും ഒന്ന് വെയിലത്ത് ഇടാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇക്ക രാവിലെ പോയതായതുകൊണ്ട് തന്നെ അതിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ വിചാരിച്ചു. കട്ടിലും ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വല്ലാണ്ട് വെള്ളത്തോടെ തുടക്കുകയല്ല, അല്ലാതെ ഒന്ന് നനച്ച് ചെറുതായിട്ടൊന്ന് വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് അങ്ങനെ നനച്ച് തുടച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അടുത്ത പരിപാടി ബെഡ്ഷീറ്റും കാര്യങ്ങളും ആ റൂമിൽ വേറൊരു ചെറിയ കട്ടിലും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതീമത്തെയൊക്കെ ബെഡ്ഷീറ്റും തലയണ കവറും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ട്. എല്ലാം അലക്കാനെടുത്തിട്ടുണ്ട്. കട്ടിൻ്റെ അടിയും ഒക്കെ അടിച്ചു വാരി ഇത് അങ്ങോട്ട് തള്ളിയിട്ടുണ്ട് കേട്ടോ. കട്ടിൻ്റെ അടിയിൽ പിന്നെ അത് അങ്ങനെ കളിക്കണ ഒരു പെട്ടി, ചെരുപ്പിടുന്നൊരു പെട്ടി, അങ്ങനത്തെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ എല്ലാം ഒന്ന് മൊത്തം സാധനങ്ങൾ അതിൻ്റെ അടിയത്തതൊക്കെ മാറ്റിയിട്ട് എല്ലായിടത്തും ഒന്ന് അടിച്ച് വാരി ഇതാ കൂട്ടുകയാണ്. നമ്മളിങ്ങനെ തട്ടിക്കൊട്ടി വൃത്തിയാക്കുമ്പോൾ ചിലപ്പോൾ കാണാണ്ടായ സാധനങ്ങളൊക്കെ കിട്ടൂലേ നമുക്ക്. എനിക്കങ്ങനെ കിട്ടലുണ്ട് കേട്ടോ. ചിലപ്പോൾ കുട്ടികളും കട്ടിൻ്റെ അടിയിലേക്ക് ഇടുന്നതോ എന്തെങ്കിലും നമ്മളെ ചെറിയ ചെറിയ കുഞ്ഞു ട്രിഗാൾമെൻറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തതൊക്കെ ഇതിൻ്റെ അടിയിൽ നിന്ന് കിട്ടും കേട്ടോ. ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അതിനുണ്ടായിനത് എന്ന് അടിച്ച് വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കല്ലേ. സാധാരണ അല്ലാതെ നമ്മൾ അടിക്കും താക്കുകയൊക്കെ ചെയ്യും. എന്നാലും എപ്പോഴും ഒന്നും സംഭവം ഞാൻ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ചെറിയൊരു ഒസ്വാസിൽ കന്നാസൊക്കെ തന്നെയാണ് എന്ന് കരുതിയിട്ട് എപ്പോഴും ഇങ്ങനെ ഓവറായിട്ടുള്ള ആ ഒരു തട്ടുക കൊട്ടുക എപ്പോഴും ഇതന്നെ പരിപാടിയൊന്നുമില്ല. ചെയ്യും നമ്മൾ. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കും. അല്ലാത്ത പോലെയും വൃത്തിയാക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു റൂമത്തെ എല്ലാം ഒന്ന് അടിച്ച് വാരി ഒതുക്കി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫാന് ഒന്ന് തുണി നനച്ചിട്ട് ഒന്ന് തുടച്ച് അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഇതൊന്നും കഴിക്കാൻ കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ സ്വകാര്യം പറയണ കേൾക്കുന്നുണ്ടോ നാസിമോന്?
ഓനുണ്ട് കേട്ടോ ഇവിടെ അംഗൻവാടിയിൽ വിട്ടിട്ടുണ്ടായിന് ഞാൻ. അപ്പോൾ കൂട്ടി കൊണ്ടുവന്നതിൻ്റെ ശേഷമൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എഡിറ്റിങ്ങും വോയിസൊക്കെ കൊടുക്കുന്നത്. എഡിറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിന്. വോയിസ് കൊടുക്കുന്നതൊക്കെ ഓനെ കൂട്ടി കൊണ്ടുവന്നതിൻ്റെ ശേഷമാണ് കേട്ടോ. അപ്പോൾ മിണ്ടല്ലേ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. എന്നാലും ഇടയ്ക്കൊന്ന് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് സ്വകാര്യം പറയാനൊക്കെ ഉണ്ടാവും കേട്ടോ. ആദ്യമൊക്കെ പറയും ഞാൻ മിണ്ടാണ്ടിരുന്നോളാന്ന്. എന്നാലും നമ്മളിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ഇത് 2-3 വട്ടമായിട്ടോ ഞാനിങ്ങനെ കട്ടാക്കി അങ്ങനെ പറയണതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അലക്കാനുള്ളതും മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അകമൊക്കെ എല്ലായിടത്തും ബാക്കി അടുക്കളയും കാര്യങ്ങളും എല്ലാം ഒന്ന് സാധാരണ പോലെ ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കൊണ്ടുവന്നിട്ട് അടുക്കള മുറ്റത്തേക്കാണ് കേട്ടോ തട്ടി അങ്ങോട്ട് ഇടൽ. അപ്പോൾ അവിടുന്ന് അതൊക്കെ തട്ടിയിട്ടു. പിന്നെ അതാ ഒന്ന് അടിച്ച് വാരുകയാണ്. ബേക്ക് വശം ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ മുൻഭാഗത്ത് പിന്നെ ഞാൻ രാവിലെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിന്. അപ്പം അടുക്കള ഭാഗത്ത് മൊത്തം ഒന്ന് കഴിഞ്ഞിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ മുറ്റടിക്കലും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എല്ലാം ഒന്ന് നനച്ച് തുടച്ചെടുക്കുകയാണ് കേട്ടോ. വാതിലും അതുപോലെ അലമാരയും കട്ടിലും അത്ര തന്നെ ഉള്ളൂ കേട്ടോ നനച്ച്. ജനലും കാര്യങ്ങളൊന്നും പിന്നെ എല്ലാവർക്കും വാതിലും ജനലൊക്കെ ഒന്ന് നനച്ച് തുടക്കലുണ്ടാവും. നമുക്ക് പിന്നെ ജനലൊന്നും ഇവിടെ തുറന്നിടാനും ജനൽ തുടക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും പണി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷീറ്റിൻ്റെ തകര ഷീറ്റാണ്, അതൊക്കെ നനച്ച് തുടച്ചാലൊക്കെ വൃത്തി ഉണ്ടാവും. പക്ഷെ അതിന്മേലൊന്നും ഇപ്പോൾ മെനക്കെടാൻ എനിക്കാവില്ല കേട്ടോ. പിന്നെ അപ്പം ഞാൻ അല്ലാത്തതൊക്കെ ഒന്ന് നനച്ച് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ വേഗം ഈ റൂമും ഒന്ന് തുടക്കുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഒരു വീട് നമ്മളിത് എന്നല്ല കേട്ടോ, പൊതുവെ നമ്മൾ തുടക്കുന്നതിൻ്റെ മുന്നേ ആണെന്നുണ്ടെങ്കിലും ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി അടിച്ചു വാരി ഇട്ടാൽ തന്നെ ഒരു സമാധാനമാണല്ലേ, ഒരു വൃത്തിയാണല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ അവിടെയും തുടച്ചു. പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. വീകാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവിടെ ഒരു കുഴിയുണ്ടേ, അതിന്മേൽ ഇതായി പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഈ ഒരു അടുക്കളയും കൂടെ ഒന്ന് തുടക്കലും കൂടെ കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ കാര്യമായിട്ടില്ല, കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് കയറാം. എന്തായാലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നേരം ഒരുപാട് ആവണുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എനിക്ക് മറ്റേ റൂമും അടുക്കളയും കൂടെ കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാവും. അങ്ങനെ തുടക്കലും കഴിഞ്ഞ് തുണി ആറിടലും കഴിഞ്ഞു. ഞാൻ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം ചോറ് വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. നാസിമോന് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ